നിത്യസാന്ത്വനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പാവപ്പെട്ടവരിലും നിരാലംബരിലും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരിലും യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് 25 വർഷങ്ങളിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന മുരിങ്ങൂർ കലവറക്കടവ് സെൻറ്റ് അൽഫോൻസ ഭവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ആകാശത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമം മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഈ രക്ഷകനായ യേശുവിനെ ലോകത്തിന് നൽകുക എന്ന വലിയ ദൗത്യമാണ് ഈ ധ്യാനമന്ദിരം ഏറ്റെടുത്തിട്ടുള്ളത്. കർത്താവായ യേശുവിനെ നമ്മൾ ആദ്യമായി കാണുന്നത് സ്വന്തമായി കടപ്പാടമില്ലാത്ത, അതിൻ്റെ വേദന അനുഭവിച്ച് പുൽക്കൂട്ടിൽ കിടക്കുന്ന രംഗമാണ്. തുടർന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ യേശുവിനെ നമ്മൾ കാണുന്നത് ഒന്നില്ലെങ്കിൽ രോഗികളുടെ മുമ്പിൽ, അല്ലെങ്കിൽ വിശന്നു പൊരിഞ്ഞ ജനത്തിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ പാപഭാരത്തിൻ്റെ കുറ്റബോധം കൊണ്ട് വേദനിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തിൻ്റെ മുമ്പിൽ, കൊടുങ്കാറ്റ്, തിരമാല, ഇങ്ങനെ മനുഷ്യന് ഏതെല്ലാം മേഖലകളിൽ വിഷമതയും കഷ്ടപ്പാടും അനുഭവിക്കുന്നുണ്ടോ ആ മേഖലകളുടെയൊക്കെ മുമ്പിൽ രക്ഷകനായി വന്നു നിന്ന യേശുവിനെയാണ് നമുക്ക് ബൈബിളിൽ പരിചയപ്പെടാനായിട്ട് ഇടയാകുന്നത്. ഈ യേശുവിനെയാണ് ഈ ധ്യാനമന്ദിരവും പ്രകാശിപ്പിക്കുന്നത്. യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പ്രായമായ അപ്പച്ചന്മാരെ സംരക്ഷിക്കുന്ന കലവറക്കടവ് എന്ന സ്ഥലത്ത് സെൻറ്റ് അൽഫോൻസ ഭവൻ എന്ന ഒരു സ്ഥാപനം നമുക്കുണ്ട്. അവിടെ നമുക്കുള്ളത് പ്രായമായ അപ്പച്ചന്മാരാണ്. ഏകദേശം 20 വർഷത്തോളമായി നമ്മൾ ആ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകുന്നു. സ്നേഹമുള്ളവരെ, പല തലത്തിൽപ്പെട്ട അപ്പച്ചന്മാർ പല കാരണങ്ങളാൽ വന്നു ചേർന്നപ്പോൾ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു ചേർന്നപ്പോൾ അവർക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് അത്യാവശ്യം പറമ്പിലൂടെയൊക്കെ ഇറങ്ങി നടക്കുവാനും പറ്റും വിധത്തിലുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ സെൻറ്റ് അൽഫോൻസ ഭവൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഏകദേശം 2 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം അവരിറങ്ങി നടന്ന് അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള കൊച്ചു കൊച്ചു ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്, ബലിയർപ്പിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും അവർക്ക് മാനസികവും ശാരീരികവുമായി സന്തോഷം കിട്ടുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചനും അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന മാത്യു നായ്ക്കമ്പറമ്പലച്ചനും, ഇവർ രണ്ടുപേരും ഈ ധ്യാനകേന്ദ്രം, ഡിവൈൻ ധ്യാനകേന്ദ്രം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് അപ്പച്ചന്മാര് ഇങ്ങനെ ഇവരെ സമീപിച്ചു. അപ്പോൾ അവരുമായി സംസാരിച്ചു, അച്ഛന്മാര് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വല്ലുരാനച്ഛനും മാത്യു തടത്തലച്ചനും ഇവരെല്ലാവരും കൂടെ ഒന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെയുള്ള കലവറക്കടവുള്ള സെൻറ്റ് അൽഫോൻസ ഭവൻ. അവിടെ കഴിയുന്നവർ ഒത്തിരി സന്തോഷത്തോടെയാണ് അവിടെ ആയിരിക്കുന്നത്. എല്ലാ ദിവസവും തന്നെ അവിടെ പോകുവാനും അവരുമായി സംസാരിക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേട്ട് അത് പരിഹരിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് അവിടെ കെന്നഡി ബ്രദർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അച്ഛന്മാർ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അവിടെ വിശുദ്ധ കുർബാനയുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ട ആത്മീകവും ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രം ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് ആൻ്റണി, വീട് തൃശ്ശൂർ. വിവാഹം കഴിച്ചിട്ടില്ല, മാതാപിതാക്കളില്ല, 80 വയസ്സായി. കൂടുതൽ സമയം ബോംബെയിലായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്നു. ഒരു 8-9 വർഷം മുൻപ് സ്ട്രോക്ക് വന്ന് നടക്കാൻ തീരെ പറ്റാതെ
അപ്പോൾ നാട്ടിലേക്ക് വന്നു. LF ഒരു സർജറി നടത്തിയപ്പോൾ സർജറിയുടെ സമയത്ത് അവർ പറഞ്ഞു യു ഹാവ് നോ പ്രോബ്ലം, 3 മണിക്കൂർ നേരത്തെ സർജറി ഏറ്റ് നടന്നു പോവാം, ബോംബെയിലേക്ക് തിരിച്ച് ജോലിക്ക് പോവാമെന്ന്. പക്ഷേ സർജറി കഴിഞ്ഞപ്പോൾ എനിക്കതിന് പറ്റിയില്ല. എനിക്ക് നടക്കാൻ തീരെ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ബോംബെയിലേക്ക് പോകേണ്ട കാര്യം വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നടക്കാൻ പറ്റില്ല. മൂത്രത്തിന് ട്യൂബ് ഇട്ടുണ്ടായിരുന്നു, മലത്തിന് ഡയപ്പർ കെട്ടിയിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. ഏകദേശം 2 വർഷത്തോളം തീരെ നടക്കാൻ പറ്റാത്ത ഞാൻ ഇപ്പോൾ നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം നടക്കുന്നത്. ഡോക്ടർമാർ LF സർജനും അവിടുത്തെ ഡയറക്ടർ ജോസഫും പറഞ്ഞത് യു വിൽ നെവർ വാക്ക്, ഇനി കക്കൂസിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വടി പിടിച്ച് പോലും പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ സുഖപ്പെട്ടത് എൻ്റെ വിശ്വാസം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ്, മാതാവിൻ്റെ മധ്യസ്ഥം കൊണ്ട്. അതൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ അവിടെ സർജറി നടത്തിയിരുന്ന ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു കേസ് എൻ്റെ അടുത്ത് ഇതുപോലെ വന്നിട്ടില്ല, ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റുന്ന കേസ്. ഡോക്ടർ ജോസഫ് അവിടുത്തെ മെഡിക്കൽ ഡയറക്ടറാണ്. അദ്ദേഹം പറഞ്ഞു ആൻ്റണി ഇതൊരു അത്ഭുതം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബോംബെയിലേക്ക് ഇപ്പോഴും നടക്കാനായിട്ട് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ശരീരത്തിന് ബലഹീനതയുണ്ട്, കാലുകൾക്ക് ബലക്കുറവുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നടക്കുക. അപ്പോൾ സൂക്ഷിച്ച് നടക്കണം എന്നുള്ളൊരു നിലയിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലിക്ക് ബോംബെയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നോക്കി അങ്ങനെയാണ് ഞാൻ ഇവിടെ ഡിവൈനിലേക്ക് വരുന്നത്. ഇവിടെ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. എൻ്റെ ബേസിക്കായിട്ട് എനിക്ക് ആവശ്യങ്ങൾ വളരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യത്തിലായാലും. ശരീരത്തെ എനിക്ക് യാതൊരു വേവലാതിയില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. എൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനോ പോഷിപ്പിക്കാനോ എനിക്ക് യാതൊരു മോഹവുമില്ല. എത്ര നേരത്തെ പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അതുവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് നമ്മളുടെ മേലൂർ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൻ്റെ പരിധിയിൽ തന്നെ പെടുന്ന കലവറക്കടവ്. ശാന്തിപുരത്തുള്ള കലവറക്കടവിലെ വൃദ്ധന്മാർ താമസിക്കുന്ന അൽഫോൻസ ഹോം. ഒരു 40-40ഓളം അപ്പച്ചന്മാരെ ഇന്നവിടെ താമസിപ്പിച്ച് അവരുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഡിവൈൻ ധ്യാന കേന്ദ്രം നോക്കുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രം വഴി നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ അൽഫോൻസ ഹോം. ഈ അപ്പച്ചന്മാർക്കുള്ള ആഹാരം, വസ്ത്രം, അതുപോലെ തന്നെ മരുന്ന്, ഇതെല്ലാം നൽകിക്കൊണ്ട് അവരുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള സമൂഹത്തിന് നന്മകൾ അല്ലെങ്കിൽ സമൂഹത്തിന് പ്രചോദനമുള്ള മറ്റ് നല്ല പ്രവൃത്തികൾ ചെയ്യാനും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് കഴിയട്ടെ. എൻ്റെ മനസ്സിൽ എപ്പോഴും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഇപ്പോൾ +2 കഴിയുമ്പോൾ 1983 ഞാൻ കേരളത്തിലേക്ക് വന്നത്. തമിഴ്നാട് ബോർഡറാണ്. അവിടെ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ഞാനിവിടെ പാലായിലാണ് സെറ്റിൽ ചെയ്തത്. പാലായിൽ നമ്മുടെ അച്ഛന്മാരുടെ കൺവെൻഷൻ, അതായത് കറിസ്മാറ്റിക് കൺവെൻഷനൊക്കെ കൂടി അനുഭവത്തിൽ വന്നു. അവിടെ ഞങ്ങൾ ഒരു ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ അവർ പല ഡയസസോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവർ അങ്ങനെ പ്രവർത്തിച്ച് അവിടെ എനിക്ക് മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ ഡിപ്ലോമ പഠിച്ച് അവിടെ കടവുണ്ടായിരുന്നു പാല ടൗണിൽ. അവിടെ നിന്ന് എപ്പോഴും പ്രാർത്ഥനയായിട്ട് എപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പപ്പയ്ക്കും 80 വയസ്സ് കഴിഞ്ഞായിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ ഈ അഖണ്ഡ ജമാല ഡിവൈൻ ലെവലിന് അഖണ്ഡ ജമാല കൂടുതലാണ്. 101 മണിക്കൂർ രാത്രിയും പകലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ടീം ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ പ്രാർത്ഥിച്ച് 2006 അങ്ങനെ ജീവിച്ചു. 2006 കഴിയുമ്പോൾ ഞാനും പപ്പയുമായിട്ട് ഡിവൈനിൽ വന്ന് ഇവിടെ 101 ദിവസം ഞങ്ങൾ ഇടുക്കിയിൽ ഒരു ടീമായിട്ട് പോയി 101 ദിവസം അങ്ങനെ നമ്മൾ രാത്രി പകലും ദിവ്യകാരുണ്യസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മനസ്സിലെപ്പോഴും പ്രാർത്ഥന മാത്രം പോരാ, ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നതെന്ന് മനസ്സിലൊരു ആഗ്രഹം അങ്ങനെ എപ്പോഴും പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പപ്പ 2009 മരിക്കുന്നു.
അത് കഴിയുമ്പോൾ ഞാൻ ഡിവയിൽ ഫുള്ളായിട്ട് അങ്ങനെ സെറ്റിലായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വചനം ഇങ്ങനെ പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. സ്നേഹമുള്ളവരെ, ഈ അപ്പച്ചന്മാര് ഇവിടെ എത്തിച്ചേർന്നത് പല ജീവിത സാഹചര്യങ്ങളിലൂടെയാണ്. ഞാൻ പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ അവർ വാർദ്ധക്യകാലത്ത് കുറച്ചുനാൾ ഇങ്ങനെ ദൈവിക ഭവനത്തിലായിരിക്കുവാനും ഈ ആലയത്തിലായിരിക്കുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് അവർക്ക് അത്യാവശ്യം വീടുകളിൽ പോകണമെങ്കിൽ പോകാം. എങ്ങനെയായാലും അവർ വീടുകളിൽ പോയാലും 1-2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. അവരുടെ ജീവിതകാലം മുഴുവൻ ഇവിടെ ആയിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ആയിരുന്ന് രോഗാവസ്ഥയിൽ തീരെ ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയിൽ അവരെ നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും. അവർക്ക് കിടക്കാനുള്ള മറ്റ് പാലിയേറ്റീവ് പോലെയുള്ള ഒരു സജ്ജീകരണമുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാ വിധത്തിലും സംതൃപ്തരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശുദ്ധ കുർബാന ഇവിടെയാണെങ്കിൽ എല്ലാ ദിവസവും കിട്ടും. അതോടൊപ്പം തന്നെ കുമ്പസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. മറ്റ് ഭക്താനുഷ്ഠാനങ്ങളിലെല്ലാം അല്ലെങ്കിൽ ആരാധനയ്ക്ക് വന്നിരിക്കാനുള്ള നമുക്ക് അവസരങ്ങൾ ഇവിടെയുണ്ട്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും നമുക്ക് വിശുദ്ധ കുർബാനയുടെ പരസ്യമായി എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയുണ്ട്. അപ്പോൾ അപ്പച്ചന്മാരിടയ്ക്കൊക്കെ ഇവിടെ വന്നിരുന്ന് ആരാധനയിൽ അവർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ അവർക്ക് എന്തൊക്കെ രോഗാവസ്ഥയിലാണെങ്കിൽ നമുക്ക് തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്. അവരിവിടെ വന്ന് ഡോക്ടേഴ്സിനെ കാണും. പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കേസുകളാണെങ്കിൽ നമ്മൾ അവരെ പുറത്ത് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സകൾ നടത്തുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഈ ശുശ്രൂഷ ചെയ്യുന്നതിൽ ഡിവൈൻ ധ്യാന കേന്ദ്രം ഒത്തിരി സംതൃപ്തമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ അവർ അനുഭവിക്കുമ്പോൾ, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. കാരണം തമ്പുരാൻ കർത്താവിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ശുശ്രൂഷകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൻ മരിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മകൻ 38-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി, ക്യാൻസർ വന്നു. അത് കഴിഞ്ഞാണ് ഞാൻ വൃദ്ധമന്ദിരത്തിൽ വരുന്നത്. ഇവിടെ വന്നിട്ട് 11 വർഷമായി. 2014 ഫെബ്രുവരി 12-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അന്ന് മുതൽക്ക് ഇന്ന് വരെ ഒരു കുഴപ്പങ്ങളുമില്ല. സുഖമായിട്ട് അച്ഛൻ ഞങ്ങളെ നോക്കുന്നു. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മേടിച്ച് തരുന്നുണ്ട്. മരുന്നായിട്ടും വസ്ത്രമായിട്ടും ഭക്ഷണത്തിൽ ഏത് വേണമെങ്കിലും അച്ഛൻ ചോദിക്കാത്ത കുഴപ്പമുള്ളൂ, അച്ഛൻ മേടിച്ച് തരുന്നുണ്ട്. അപ്പോൾ മേടിച്ച് കൊടുത്തേക്കാൻ ഞങ്ങളെ നോക്കുന്ന കെന്നഡി എന്ന് പറയുന്ന ഇൻചാർജിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ എന്നാ വേണമെങ്കിലും എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടാനുസരണം മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് വരെ ഇവിടെ വന്നേ പിന്നെ ഒരു കുഴപ്പമില്ല. എൻ്റെ വീടിനെ കഴിഞ്ഞ് എല്ലാവരുടെയും എന്നെപ്പോലെയുള്ള എല്ലാവരുടെയും വീടിനെ കഴിഞ്ഞ് സ്വാതന്ത്ര്യമായിട്ട് അവിടെ ജീവിക്കുന്നു. ഒരു കുഴപ്പങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ വിനയച്ചനും മനക്കലച്ചനും അതുപോലെ ഞങ്ങളെ നോക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. എനിക്കിപ്പം 84 വയസ്സ് പ്രായമായി. ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുന്ന ആർക്കറിയാം, ദൈവത്തിനെല്ലാം അറിയണോ. എന്നതാണേലും ഒരു കുഴപ്പങ്ങളും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഇതാണ് സത്യം. ഞാൻ ചെറുപ്പത്തിൽ കർണാടകയ്ക്ക് നാടുവിട്ട് പോയതാണ് 20 വയസ്സുള്ള. എൻ്റെ അമ്മ മരിച്ചുപോയി 17 വയസ്സുള്ള. അന്ന് മുതൽ കർണാടക സ്റ്റേറ്റിൽ ഇങ്ങനെ ജോലി ചെയ്ത് അവിടെ PW കോൺട്രാക്ടറായി. അങ്ങനെ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കി. അവസാനമായിട്ട് എൻ്റെ കാലൊടിഞ്ഞു ആക്സിഡൻ്റായിട്ട്. പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതം ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പിന്നെ നോക്കാൻ ആളില്ലാതായി. സമ്പത്ത് മോഷ്ടിച്ച ആളുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 10-20 വർഷത്തിന് മുമ്പ് ഡിവൈനിൽ വന്ന് പനക്കലച്ചനെ കണ്ട് ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു, വീടും കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ അവിടെ നിന്ന് 20 വർഷമായപ്പോൾ ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. മലയാളം സെക്ഷനിൽ, അവിടെ നിന്ന് ഇംഗ്ലീഷ് സെക്ഷനിൽ ഓഫീസ് ഇൻചാർജായി ജോലി ചെയ്തിട്ടുണ്ട് 1 വർഷം. ഗുഡ്നസ് ടിവിയിൽ 6-7 വർഷം ജോലി ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഈ കോവിഡ് വന്ന സമയത്ത് ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് പനക്കിനാക്കിച്ച കണ്ടപ്പോൾ അച്ഛൻ ഇവിടത്തേക്കാക്കി. ഇപ്പോൾ 1 വർഷം ചില്ലറയായി ഇവിടെ വന്ന് നിന്നിട്ട്.
എൻ്റെ വീട്ടിൽ ഭാര്യയും 3 പെൺമക്കളുമാണ് എനിക്കുള്ളത്. അതിലെ മൂത്ത മകൾ പഠിച്ച് ജോലിക്ക് പോയി, രണ്ടാമത്തേത് കന്യാസ്ത്രീയായി ഈ മടത്തിപ്പോയി. അത് അങ്ങനെ ചെമ്മലമറ്റം ഇടവകയിൽ തന്നെയുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകളും എൻ്റെ ഭാര്യയും ഒന്നിച്ച് വീട്ടിൽ താമസിക്കുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മൂത്ത മകളാണ്. അങ്ങനെ ഞാനിവിടെ വന്നിട്ടിപ്പം 8 കൊല്ലമായി. 8 കൊല്ലം ഡിവൈനിലായിരുന്നു ഈ 2 മാസം മുമ്പ് വരെ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ പോയി കുറേ നാൾ നിൽക്കാനും പറഞ്ഞു. ഒന്ന് വീണ് ഒരു അബദ്ധം പറ്റിയായിരുന്നു. അങ്ങനെ അത് മാറുന്നതുവരെ ഇവിടെ പോയി നിൽക്കാൻ പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. അങ്ങനെ ഇവിടെ വന്നിട്ടിപ്പം 2 മാസം കഴിഞ്ഞു. ഇവിടെ ഞാൻ 30 വർഷമായി ഡിവൈനിൽ വന്നിട്ട്. ഇവിടെ വയസ്സായവരെ മാറ്റിയപ്പോൾ എന്നെ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ജീവിതം സമാധാനവും സംതൃപ്തിയുണ്ട്. ഇവിടെ യാതൊരു കുഴപ്പമില്ല. എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇവിടെ ആരോടും പരിഭവമില്ല, ഒന്നുമില്ല. ഒരു സ്ഥലമാണ് ഇവിടെ. വീടിനേക്കാളും കൂടുതൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ ഇവിടെയാണ് എനിക്കിഷ്ടം. എല്ലാവരും പരസ്പരം ധാരണ, സ്നേഹവും ഐക്യതയായിട്ട് ജീവിക്കുന്ന സ്ഥലമാണിത്. സ്നേഹമുള്ളവരെ, അവിടെ അപ്പച്ചന്മാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർ ഒരാൾ രോഗാവസ്ഥയിലായി അല്ലെങ്കിൽ കിടപ്പിലായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഈ കൂടെയുള്ളവരെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കുളിപ്പിക്കുവാനോ അലക്കി കൊടുക്കുവാനോ ഭക്ഷണം കൊടുക്കുവാനോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ഷെയർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോണത്. അവരുടെ ഇൻചാർജായിട്ട് കെന്നഡി ബ്രദറുണ്ട്. അദ്ദേഹം 24 വർഷത്തോളമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിന് നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം വേണ്ട എന്ന് വെച്ചിട്ട് ഈ ശുശ്രൂഷയിലേക്ക് വേണ്ടി മുഴുവൻ സമയവും അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് കൂടെ പോകുന്നു. അവരുടെ രോഗാവസ്ഥയിൽ അവരെ ഇവിടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും അദ്ദേഹം സംതൃപ്തി നിറഞ്ഞ ഒരു ശുശ്രൂഷയാണ് അവിടെ ചെയ്യുന്നത്. കെന്നഡി ബ്രദർ അവിടെ ഉള്ളത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുവാനും അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കുളിപ്പിക്കുവാനോ ഭക്ഷണം കൊടുക്കുവാനോ അങ്ങനെ വേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു നേതൃത്വം വഹിച്ചുകൊണ്ട് മുഴുവൻ സമയവും അദ്ദേഹം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അപ്പച്ചന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലുമാണ് അവർ പോണത്. എന്തെങ്കിലും ഒരാൾക്ക് ഒരു രോഗാവസ്ഥ വന്നാൽ ഉടനെ അവർ തന്നെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു തലം അവിടെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വചനം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവിടെയുള്ള അപ്പച്ചന്മാരെല്ലാവരും കരുണയുള്ളവരാണ്. പരസ്പരം കരുണ കാണിച്ച് പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ ഇറങ്ങി വരും. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കുറച്ച് സമയം സംസാരിക്കും. ഒരു 10-15-20 മിനിറ്റൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു കൊച്ചു തമാശകളൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുത രീതിയിലൊക്കെ കളിയാക്കും. അതൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടെയാണ് സ്നേഹമുള്ളവരെ അവിടെ നിന്ന് ഞാൻ പോരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്കുള്ള അനുഭവം ഇതാണ്, അവർ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പരസ്പരം കരുണ കാണിക്കുന്നു. അതാണ് ഞാൻ വളരെ ശ്രദ്ധിച്ച കാര്യം. എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ മറ്റേ ആളത് സഹായിക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേർന്ന് നിന്ന് അവർ സഹകരിച്ച് സന്തോഷത്തോടെയാണ് അവർ പോകുന്നത്. അവർക്ക് ഇറങ്ങി നടക്കാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട്. അവർ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈപിടിച്ചും സഹകരിച്ചും അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. ഒരപ്പച്ചന് കണ്ണ് അധികം കാണില്ല, അധികം കാണുന്നില്ല, കണ്ണ് തീർത്ത് തന്നെ കാഴ്ച കുറവാണ്. ചികിത്സയൊക്കെ ഉണ്ടെങ്കിലും കണ്ണിന് കാര്യമായ കാഴ്ചയില്ല. ആ അപ്പച്ചൻ എപ്പോഴും യേശുനാമം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ വിധത്തിൽ തൻ്റെ ആ രോഗാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തയില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം ഈ അപ്പച്ചൻ സ്വരത്തിൽ പാട്ട് പാടുന്നതാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ വചനം പറയുന്നതാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് വചനം അറിയാം, ആ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. വേറൊരു അപ്പച്ചനുള്ളത്, അദ്ദേഹം പുറത്തു വന്നിരുന്ന് ബൈബിൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഴുവൻ സമയം ബൈബിൾ വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ്, അതായത് റിട്ടയർഡ് ആയിട്ട് വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം ഇങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിയോഗം വെച്ചാണ് എനിക്ക് തോന്നുന്നു, അങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നവർക്ക് വേണ്ടി ഞാൻ വചനം വായിക്കുന്നു. അങ്ങനെ മുഴുവൻ സമയം വചന വായന, അല്ലെങ്കിൽ ഗാനം ആലപിക്കുന്നവർ, ഇങ്ങനെ പല വിധത്തിൽ അവരുടേതായിട്ടുള്ള സമയം അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ്.
അങ്ങനെ സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട് ഈ അപ്പച്ചന്മാരെ നമുക്കിവിടെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നതിൽ. ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിലച്ഛൻ്റെയും പനക്കലച്ഛൻ്റെയും വല്ലൂരാനച്ഛൻ്റെയും തടത്തിലച്ഛൻ്റെയും ഒക്കെ അവരുടെയൊക്കെ ആ ആരംഭകാലത്ത് തന്നെ, ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷകൾ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു വലിയ അനുഗ്രഹപ്രദമാണ്. കാരണം ഒത്തിരി പേർക്ക്, അപ്പച്ചന്മാർക്ക് അവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡിവലിൽ അങ്ങനെ തന്നെ ഇവിടെ മരിയൻ ധ്യാനമൊക്കെ കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ജോൺ മാണിക്കത്താൻ അച്ഛന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇവിടെ 2010 പറയുന്നത്, ഈ കലവറക്കടവിൽ കുറച്ച് അപ്പച്ചന്മാരുണ്ട്, അന്ന് ഒരു 15 പേരും കൂടെ കൂട്ടി ഇവിടെ വന്ന് ഇവരെ നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പാലയിൽ പോയി അവിടെ കുറച്ച് ദിവസം ശുശ്രൂഷയൊക്കെ ചെയ്തു. വീണ്ടും തിരിച്ച് ഇവിടെ നിന്ന് 2011 ഒരു വർഷം അവിടെ നിന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് ദിവസം ഉള്ളായിരുന്നു. വന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് ഡിവലിൽ തന്നെ വീണ്ടും ആയി. അപ്പോൾ അന്ന് വിൽസൺ അച്ഛന് ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ കലവറക്കടവ് വന്നു. കലവറക്കടവിൽ അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും ഈ ചെറിയവന് ഓരോർക്ക് ചെയ്യുന്നത് എനിക്കാണ് ചെയ്യുന്നത്. ഞാൻ ബസ്സിൽ നിന്ന് ഞാൻ പാർപ്പടയിലായിരുന്നു. അങ്ങനെ ഉള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്നത് എപ്പോഴും മനസ്സിലാകും അങ്ങനെയാണ്. അപ്പോൾ അവർ കൂടെ വന്ന് ഇവിടെ ശുശ്രൂഷിച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് 2014 കൂടി കുറച്ച് ദിവസം നമ്മുടെ ഡിവൻ്റെ കുട്ടികൾ ഒരു 5 വർഷം അവരെ നോക്കി. അവർ ശാന്തിപുരത്ത് അവിടെയാണ് ഉണ്ടായിരുന്നത്, അവിടെ നോക്കി. അത് കഴിഞ്ഞിട്ട് അതുകൂടെ ഇതേം കൂടെ കൊണ്ടുപോയി. അത് നമ്മുടെ കലവറക്കടലും അപ്പച്ചന്മാരെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ നല്ലൊരു സന്തോഷമായിട്ടും ഒരു കുടുംബമായിട്ടും, ഞങ്ങളൊരു കുടുംബം പോലെ, സ്വന്തം മക്കൾ നോക്കുന്ന പോലെ ഞാൻ നോക്കുന്നു. നല്ല സന്തോഷമായിട്ട് അവരിരിക്കുന്നു. അവരെല്ലാം സ്വാതന്ത്ര്യമായിട്ട് നല്ല സന്തോഷം. ഏതാണ്ട് 6 പേര് ഇപ്പോൾ 80 വയസ്സ് മുകളിലുള്ളത്. ഒരാൾ 89 വയസ്സായി, ഒരാൾ 85 വയസ്സായി, 84 വയസ്സായി, 83 അങ്ങനെയുള്ള അപ്പച്ചന്മാരിൽ അവർ പല സാഹചര്യങ്ങളും ഇവിടെ വിട്ട്. ചില ആൾക്കാർ കല്യാണം കഴിക്കാതെ ഒറ്റപ്പെട്ടിരിക്കുന്നവർ, വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ വന്നവർ, ഇങ്ങനെയുള്ളവരുണ്ട്. ഇവരെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരുവിധം എല്ലാവരും പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. പലതരത്തിലുള്ള നിരാശകൾ കൊണ്ട് വന്ന് കിടക്കുന്ന ആൾക്കാരാണ്. പലതരത്തിലുള്ള പരാജയങ്ങളുണ്ട്, പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ട്, വിഷമതകളുണ്ട്, അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ ചില അസ്വസ്ഥതകൾ വരും. നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഇനി അധികം സമയമില്ല, കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അതിൽ അങ്ങനെ പോകാം എന്ന് കരുതി ഇരിക്കണു. അപ്പോൾ കുറച്ച് പ്രാർത്ഥനയുണ്ട്, കുറച്ച് എനിക്ക് വായിക്കാൻ പറ്റില്ല, ഐ ആം ഹാഫ് ബ്ലൈൻഡ്, എനിക്ക് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ ബലഹീനതയാണ്. ഇത് ശരിയാക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല. കാരണം നല്ല കണ്ണിൻ്റെ നല്ല ഡോക്ടേഴ്സിനെ കണ്ടു. മദ്രാസിൽ ശങ്കർ നേത്രാലയ, അരവിന്ദ്, കോയമ്പത്തൂർ, ഇവിടെയൊക്കെ പോയി ഒരു മരുന്നും ഇല്ല ഇതിന്. അപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ, കാലിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് ദൈവാനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നടക്കുന്നു. അപ്പോൾ സൂക്ഷിച്ച് നടക്കണമെന്ന് മാത്രം. ഇവിടുത്തെ ഒരു ബ്രദർ കനഡിയുണ്ട്, ഹീസ് ഇൻ ചാർജ് ഓവർ ഹിയർ. അദ്ദേഹമാണ് എനിക്ക് ബൈബിൾ വായിച്ചു തന്നിരുന്നത്. അത് ഞാൻ കുറേ വചനങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ, പല കാര്യങ്ങളെ പറ്റിയിട്ട്. സാധാരണ ആൾക്കാർ ബൈബിൾ വായിക്കുന്ന പോലെയല്ല നമ്മൾ ബൈബിൾ വായിക്കുന്നത്. നമ്മൾ ഓരോ കാര്യത്തെപ്പറ്റി, പണത്തെപ്പറ്റി എന്തു പറയുന്നു, സ്നേഹത്തെപ്പറ്റി എന്തു പറയുന്നു, ജ്ഞാനത്തെപ്പറ്റി എന്തു പറയുന്നു, വിശ്വാസത്തെപ്പറ്റി എന്തു പറയുന്നു, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നുള്ള പലപ്പോഴും നമുക്കൊരു ബോധം വരും. ഇനി എനിക്ക് 80 വയസ്സായി, ഇനി അധികം സമയമില്ല, അല്പസമയം കൂടിയേ ഉള്ളൂ. അതിലിനിപ്പോൾ ബാക്കിയുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ നല്ല ഫുഡാണ്. അപ്പോൾ ഇവിടുത്തെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ വെരി ഗുഡ്. അച്ഛന്മാരൊക്കെ വളരെ നല്ല അച്ഛന്മാരാണ്, വളരെ ദയാലുക്കൾ, കാരുണ്യമുള്ള ആൾക്കാർ. എല്ലാവരുടെ കാര്യത്തിൽ പ്രത്യേക ഇൻഡിവിജ്വലായിട്ട് പ്രത്യേക ശ്രദ്ധിക്കുന്നു. എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഇത് ചെയ്യുന്നു. വീടിൻ്റെ അറ്റ്മോസ്ഫിയർ, ഒരു കേരളീയ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം, എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ബാക്കിയുള്ളതൊക്കെ ഇവിടെ കിട്ടും. സന്തോഷമായിട്ടിരിക്കും. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വൃദ്ധമന്ദിരമായിരിക്കും ഇത്.
സ്നേഹമുള്ളവരെ, ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഈ അപ്പച്ചന്മാരോട് ചേർന്ന് നിന്ന്, ഇവിടെയുള്ള മറ്റ് പരസ്നേഹ ശുശ്രൂഷകളോട് ചേർന്ന് നിന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം ദൈവ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളിതുവരെ ദൈവം വഴി നടത്തി. ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ തമ്പുരാൻ കർത്താവ് തന്നെ വഴി നടത്തുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.